വയനാട് മാനന്തവാടിയിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഭീതിയിലാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. അവിടെ കാപ്പി പറിക്കാൻ പോയ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കടുവ അതിക്രൂരമായി വേട്ടയാടി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മൃതദേഹം, രാധയുടെ മൃതദേഹം കണ്ട ആളുകളടക്കം പറയുന്നത് തല വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം. പകുതി ഭാഗം ഭക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ തണ്ടർ ബോൾട്ട് സംഘമൊക്കെ പറയുന്നത് 100 മീറ്ററോളം, അതായത് ഈ രാധ എന്ന് പറയുന്ന സ്ത്രീയെ കടുവ പിടിച്ചിട്ട് അവിടെ നിന്ന് 150 മീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് കടുവ ഈ മൃതദേഹം അല്ലെങ്കിൽ രാധയുടെ ശരീരം ഭക്ഷിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. പുറകിലെ ഭാഗം, മുതുകിലെ പുറകിലെ ഭാഗം പൂർണ്ണമായും കടുവ ഭക്ഷിച്ചിരുന്നു. കൂടാതെ തല വേർപെട്ട നിലയിലാണ് എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ ഈ ദൃശ്യങ്ങൾ ആദ്യം കണ്ട നാട്ടുകാരൻ അല്ലെങ്കിൽ ഈ മൃതദേഹം ആദ്യം കണ്ട നാട്ടുകാരൻ പറയുന്നത് എന്താണ് എന്ന് കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. പോകുമ്പോൾ ബോഡി അവിടെ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു, വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. മുതുകിന് പുറകോട്ട് ഏകദേശം മുഴുവൻ ഭാഗം തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആദ്യം നമുക്ക് നാട്ടുകാർ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു സംഭവം. എന്താ വെച്ചാൽ രാവിലെ ഒരു 8:30യോടുകൂടി കാപ്പിത്തോട്ടത്തിലേക്ക് നമ്മുടെ മുന്നിലൂടെ കാപ്പി പറിക്കാൻ വേണ്ടി വന്നതാണ് ശ്രീ. അത് കഴിഞ്ഞ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ്, എനിക്കൊരു കോള് വരികയാണ് ഇവിടെ എന്തോ ഒരു അത്യാവശ്യം ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെ പോകുമ്പോൾ സ്ഥലത്ത് തണ്ടർ ബോൾട്ട് സേനയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് തണ്ടർ ബോൾട്ടിന്റെ നോർമൽ പെട്രോളിങ്ങിൻ്റെ ഇടയ്ക്ക് അവരൊരു ചെരുപ്പും ബ്ലഡ് സ്റ്റെയിനും കണ്ടതും അത് അന്വേഷിച്ച് അവരുടെ അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ബോഡി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. നമ്മൾ പോകുമ്പോൾ ബോഡി അവിടെ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു, വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. മുതുകിന് പുറകോട്ട് ഏകദേശം മുഴുവൻ ഭാഗം തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ സ്ത്രീയെ കാണാതായതിനെ തുടർന്നുള്ള തെരച്ചിലാണോ തണ്ടർ ബോൾട്ടുകൾ അങ്ങോട്ട് എത്തി? അല്ല, സ്ത്രീ കാണാതായതല്ല. തണ്ടർ ബോൾട്ടിന്റെ നോർമൽ പെട്രോളിംഗ് ഇവിടെ നടക്കാറുണ്ട് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന്. അപ്പോൾ അവരുടെ നോർമൽ പെട്രോളിങ്ങിലാണ് ഇത് കാണുന്നത്. അവർ ഉദ്യോഗസ്ഥരെയാണ് ആദ്യം അറിയിക്കുന്നത്. ഉദ്യോഗസ്ഥർ വഴിയാണ് നാട്ടുകാരെ നമ്മളിവിടെ അറിയാൻ പോയത്. അപ്പോൾ അത്തരത്തിൽ ഈ തണ്ടർ ബോൾട്ടുകാർ ഈ മൃതദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പൂർണ്ണമായും ഭക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു. തീർച്ചയായും. പക്ഷെ അവര് പോകുന്ന സമയത്ത് കടുവയെ കണ്ടിട്ടില്ല. കടുവ അവിടെ ഇല്ലായിരുന്നു, പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ബ്ലഡൊക്കെ ഉറ്റി വീണ നിലയിലായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ കടുവ കടന്നു കളഞ്ഞിരിക്കണം. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഇവർ ജോലിക്ക് പോയ പ്രദേശത്ത് നിന്ന്, അതായത് കടുവ പിടികൂടിയ പ്രദേശത്ത് നിന്നും കാട്ടിലേക്ക്, അതായത് ഇപ്പോൾ നിലവിൽ മൃതദേഹം കണ്ട പ്രദേശത്തിലേക്ക് എത്ര കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടാവും? ഇല്ല, ഇത് നമ്മുടെ പറമ്പിൽ തന്നെയാണ്, കാപ്പി തോട്ടമാണ് അവിടെ നടവഴിയാണ്, പൊതുവഴിയല്ല നടവഴിയാണ്. ആ നടവഴിയിൽ നിന്നാണ് കടുവ പിടിക്കുന്നത്. അവിടെയാണ് ചെരുപ്പും മറ്റു അതിന്റെ അടയാളങ്ങളൊക്കെ കാണാനുണ്ട്. അവിടെ നിന്നൊരു 150 മീറ്ററോളം കാട്ടിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോയ നിലയിലാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ ബന്ധു കൂടിയാണ് രാധ. രാധയുടെ ഭർത്താവ് നൈറ്റ് വാച്ചറാണ്, ഈ ഫോറസ്റ്റിലെ താൽക്കാലിക നൈറ്റ് വാച്ചറാണ്. കാപ്പി പറിക്കാൻ വേണ്ടി പോകവെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. അതേസമയം തണ്ടർ ബോൾട്ട് സംഘം പറയുന്നത് 2 ദിവസം മുമ്പ് കടുവ ഇവരെ പിടികൂടിയെന്നും, എന്നാൽ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരെ കടുവ പിടികൂടിയതാണ് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയുന്നത് എന്നുള്ളതാണ്. അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മന്ത്രി അടക്കം, വനം മന്ത്രി PK ശശീന്ദ്രൻ അടക്കം വന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ ഘട്ടത്തിൽ കടുവയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം കടുവയ്ക്ക് വേട്ടയാടുക, ഇര പിടിക്കുക എന്നുള്ളത് കടുവയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ജീവിത ഭാഗമാണ്. പക്ഷേ അവിടെയുള്ള മനുഷ്യർക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കാത്തത് അവിടുത്തെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, നമ്മുടെ നാട്ടിലെ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവത്തിൽ സർക്കാരിനെതിരെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.